കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ നരേന്ദ്രമോദിയുടെ ഇന്ത്യ ആരുടെയും മുഖം നോക്കാറില്ല. ഇന്ത്യൻ സൈന്യം ആദ്യമായി സംഘടിപ്പിക്കുന്ന UN കോൺക്ലേവിൽ ചൈനയും പാകിസ്ഥാനും പടിക്ക് പുറത്താക്കി നരേന്ദ്രമോദിയുടെ ഉഗ്രശാസനം. പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീറും പുറത്ത്. ഏകദേശം 120 രാജ്യങ്ങളുടെ സൈന്യങ്ങൾ പങ്കെടുക്കുന്ന ദൌത്യത്തിൽ നിന്ന് ചൈനയും പുറത്ത്. ഇതാദ്യമായാണ് ഇന്ത്യൻ സൈന്യം ഇത്തരമൊരു UN കോൺക്ലേവ് സംഘടിപ്പിക്കാൻ പോകുന്നത്. എന്നാൽ പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീറിനെ ഈ പ്രത്യേക സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. കാരണം അസിം മുനീറിന്റെ നിർദ്ദേശപ്രകാരമാണ് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബ അതിന്റെ മുന്നണിയായ TRF അഥവാ റെസിസ്റ്റൻസ് ഫോഴ്സ് വഴി പഹൽഗാം കൂട്ടക്കൊല നടത്തിയത് എന്ന് വ്യക്തമായിരുന്നു. സമ്മേളനത്തിലേക്ക് ചൈനയും ക്ഷണിക്കില്ല എന്ന് തന്നെയാണ് വിവരം. കിഴക്കൻ ലഡാക്കിനോട് ചേർന്നുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനയുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട് എങ്കിലും ചൈനയുടെ PLA ആർമിയുമായുള്ള തർക്കം കഴിഞ്ഞ 7 വർഷമായി തുടരുകയാണ്. പാകിസ്ഥാൻ സൈന്യവുമായുള്ള ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ഇന്ത്യ. പഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കാളികളായതിനാലും ഇന്ത്യക്കെതിരെ ഭീകരത പ്രചരിപ്പിച്ചതിനാലുമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ വർഷം ഒക്ടോബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭ ട്രൂപ്പ് കോൺട്രിബ്യൂട്ടർ ചീഫ് കോൺക്ലേവിലേക്ക് പാകിസ്ഥാൻ സൈന്യത്തെ ക്ഷണിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ചൈനയുടെ PLA ആർമിയും ക്ഷണിക്കില്ല എന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ഈ സമ്മേളനത്തിൽ ഇന്ത്യൻ സൈന്യം UN സമാധാന ദൌത്യത്തിലേക്ക് തങ്ങളുടെ സൈനികരെ അയക്കുന്ന രാജ്യങ്ങളിലെ സൈനിക മേധാവികളെയാണ് ക്ഷണിക്കുന്നത്. നിലവിൽ ലോകമെമ്പാടും ഐക്യരാഷ്ട്രസഭയുടെ ആകെ 11 ദൌത്യങ്ങൾ നടക്കുന്നുണ്ട്. ഏകദേശം 120 രാജ്യങ്ങളുടെ സൈന്യങ്ങൾ ഈ ദൌത്യങ്ങളിൽ പങ്കെടുക്കുന്നു. ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭൂരിഭാഗം സൈനികരും നിലവിൽ UN സമാധാന ദൌത്യത്തിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇന്ത്യ ഒരു പ്രമുഖ അംഗമായിരുന്ന സാർക്കിന് പകരമായി ഒരു പുതിയ പ്രാദേശിക കൂട്ടായ്മ സൃഷ്ടിക്കാൻ പാകിസ്ഥാനും ചൈനയും പ്രവർത്തിക്കുകയാണ്. ഇസ്ലാമാബാദും ബീജിംഗും തമ്മിലുള്ള പ്രാദേശിക കൂട്ടായ്മയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന് പാകിസ്ഥാനിലെ ദ എക്സ്പ്രസ് ട്രിബ്യൂണിലെ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ജൂൺ 19 ചൈനയിലെ കുൻമിങ്ങിൽ നടന്ന പുതിയ പ്രാദേശിക കൂട്ടായ്മ സൃഷ്ടിക്കുന്നതിനുള്ള യോഗത്തിൽ ബംഗ്ലാദേശും പങ്കെടുത്തിരുന്നു. ജൂൺ 19 കുൻമിങ്ങിൽ നടന്ന യോഗത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സാർക്കിന്റെ ഭാഗമായിരുന്ന മറ്റ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെ പുതിയ ഗ്രൂപ്പിൽ ചേരാൻ ക്ഷണിക്കുക എന്നതായിരുന്നു. കറാച്ചി ആസ്ഥാനമുള്ള ദി എക്സ്പ്രസ് ട്രിബ്യൂണിന്റെ റിപ്പോർട്ടിൽ ഇപ്രകാരമാണ് പറയുന്നത്. 1985 ഡിസംബർ 8 ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ച് അതിന്റെ ചാർട്ടർ അംഗീകരിച്ചുകൊണ്ട് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ രൂപീകരിച്ചു. 7 സ്ഥാപക അംഗങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഗ്രൂപ്പിൽ ചേർന്നു. 2016 മുതൽ സാർക്ക് പ്രവർത്തനരഹിതമാണ്. 2014 കാഠ്മണ്ഡു ഉച്ചകോടിക്ക് ശേഷം സാർക്ക് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എങ്കിലും COVID-19 അടിയന്തര ഫണ്ട് നിർദ്ദേശിക്കുന്നതിനായി 2020 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യത്തെ സാർക്ക് വീഡിയോ കോൺഫറൻസ് ആരംഭിച്ചത്. ഇന്ത്യയുടെ സംഭാവനയായ $10 മില്യൺ അദ്ദേഹം വാഗ്ദാനം ചെയ്തു. 19ാമത് സാർക്ക് ഉച്ചകോടി ആ വർഷം നവംബറിൽ ഇസ്ലാമാബാദിൽ നടക്കാനിരുന്നു. എന്നാൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഉറി ഭീകരാക്രമണത്തിൽ 17 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ അത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ഭീകരവാദത്തെയും പ്രാദേശിക ഇടപെടലുകളെയും കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളും ഉച്ചകോടിയിൽ നിന്ന് പിന്മാറി. ഉച്ചകോടി റദ്ദാക്കി. അതിനുശേഷം അത് പുനഃക്രമീകരിച്ചിട്ടില്ല. പ്രാദേശിക സംയോജനത്തിനും കണക്ടിവിറ്റിക്കും ഒരു പുതിയ സംഘടന കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പാകിസ്ഥാനും ചൈനയ്ക്കും ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്ന് എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് പറയുന്നുണ്ട്. ശ്രീലങ്ക, മാലിദ്വീപ്, അഫ്ഗാനിസ്ഥാൻ എന്നിവ ഉൾപ്പെടെയുള്ള സാർക്ക് അംഗങ്ങൾ പുതിയ ഗ്രൂപ്പിന്റെ ഭാഗമാകും. എന്നിരുന്നാലും ധാക്ക, ബീജിംഗ്, ഇസ്ലാമാബാദ് എന്നിവയ്ക്കിടയിൽ ഉയർന്നു വരുന്ന ഏതെങ്കിലും സഖ്യം എന്ന ആശയം ബംഗ്ലാദേശ് തള്ളിക്കളഞ്ഞു. ചൈനയിലെ കുൻമിങ്ങിൽ 3 രാജ്യങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയമല്ല എന്ന് പറയുന്നു. ജൂൺ 19 കുൻമിങ്ങിൽ നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആരായുമ്പോൾ ഞങ്ങൾ ഒരു സഖ്യവും രൂപീകരിക്കുന്നില്ല എന്നാണ് ധാക്കയുടെ വിദേശകാര്യ ഉപദേഷ്ടാവ് അറിയിച്ചത്. അത് ഔദ്യോഗിക തലത്തിലുള്ള ഒരു യോഗമായിരുന്നു, രാഷ്ട്രീയ തലത്തിലല്ല, ഹുസൈൻ പറഞ്ഞു. ഒരു സഖ്യവും രൂപീകരിക്കുന്നതിനുള്ള ഘടകങ്ങൾ ഇതിൽ ഉണ്ടായിരുന്നില്ല എന്ന് പ്രസ്താവിച്ചു. പുതിയ കൂട്ടായ്മയിൽ ചേരാൻ ഇന്ത്യയെ ക്ഷണിക്കുമെന്നും എന്നാൽ അതിന്റെ വ്യത്യസ്ത താല്പര്യങ്ങൾ കണക്കെടുക്കുമ്പോൾ അത് പോസിറ്റീവായി പ്രതികരിക്കാൻ സാധ്യതയില്ല എന്നും നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നു. മെച്ചപ്പെട്ട പ്രാദേശിക സഹകരണത്തിനും കണക്ടിവിറ്റിക്കും വേണ്ടി ഇന്ത്യ സാർക്കിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ പാകിസ്ഥാൻ നേട്ടങ്ങൾ കൊയ്യാൻ മാത്രമാണ് ശ്രമിച്ചത്. ഏപ്രിൽ 22 പഹൽഗാം ഭീകര ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ നിർത്തിവെച്ച സാർക്ക് വിസ ഇളവ് പദ്ധതിയുടെ ഗുണഭോക്താവായിരുന്നു. അത് അംഗരാജ്യങ്ങൾക്കിടയിൽ പ്രാദേശിക ഐക്യവും സാമ്പത്തിക സംയോജനവും വളർത്തിയെടുക്കുന്നതിനാണ് സാർക്ക് രൂപീകരിച്ചത്. ഏറ്റവും വലിയ അംഗം എന്ന നിലയിൽ ഇന്ത്യ സാർക്കിന് ഗണ്യമായ ധനസഹായം നൽകിക്കൊണ്ടും അംഗരാജ്യങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസ സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാർക്ക് വികസന ഫണ്ട്, ന്യൂഡൽഹിയിലെ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടും സാർക്കിന് ഗണ്യമായ സംഭാവന നൽകിയിരുന്നു. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും പുതിയൊരു കൂട്ടായ്മ രൂപീകരിക്കുമ്പോൾ അത് എത്രത്തോളം സമാധാനദായകമാകും എന്നത് ചിന്തിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.